കപ്പൽ നിർമ്മാണ രംഗത്ത് പുതു ഉണർവുമായി പൊന്നാനി. ആദ്യ കപ്പൽ 2027 ഡിസംബറോടെ പുറത്തിറങ്ങും. നമസ്കാരം, ഞാൻ ജാസ്മിൻ. കേരളത്തിന്റെ സമുദ്ര വികസന ചരിത്രത്തിൽ പുതു അധ്യായം കുറിച്ച് പൊന്നാനി തുറമുഖത്ത് കപ്പൽ നിർമ്മാണ കേന്ദ്രം അടുത്ത മാസം മുതൽ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. പൊതുമേഖല സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ ഒരുങ്ങുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ആദ്യ കപ്പൽ 2027 ഡിസംബറിൽ പുറത്തിറക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. സിംഗപ്പൂർ ആസ്ഥാനമായുള്ള ഒരു കമ്പനിയിൽ നിന്ന് ആദ്യ നിർമ്മാണ ഓർഡറും ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു. പൊന്നാനി തുറമുഖത്തിലെ 29 ഏക്കർ സ്ഥലത്താണ് ഹൈദരാബാദ് ആസ്ഥാനമായ ട്രാവൻകൂർ പ്രിസിഷൻ കമ്പോണൻസ് കമ്പനി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുന്നത്. സംസ്ഥാന സർക്കാരുമായി കരാർ ഒപ്പുവെച്ച കമ്പനി തങ്ങളുടെ അനുബന്ധ സ്ഥാപനമായ ബ്ലൂജൻ മറൈൻ മുഖേനയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക. പ്രവർത്തനം തുടങ്ങും മുമ്പ് തന്നെ ഏകദേശം 200 കോടി രൂപയുടെ നിർമ്മാണ ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. സിംഗപ്പൂർ ആസ്ഥാനമായ കമ്പനിക്കായി 2 അത്യാധുനിക ഇലക്ട്രിക് ടഗ് ബോട്ടുകളാണ് പൊന്നാനിയിൽ നിർമ്മിക്കുക. മണിക്കൂറിൽ 4200 കിലോവാട്ട് ശേഷിയുള്ള ബാറ്ററികളിൽ പ്രവർത്തിക്കുന്ന ടഗ് ബോട്ടുകളായിരിക്കും ഇവ. തുറമുഖങ്ങളിലെ വലിയ ചരക്ക് കപ്പലുകളെ സുരക്ഷിതമായി നിയന്ത്രിക്കാനും വലിച്ചു നീക്കാനുമാണ് ഇത്തരം ടഗ് ബോട്ടുകൾ ഉപയോഗിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യയുള്ള ഇലക്ട്രിക് ടഗ് ബോട്ടുകളുടെ നിർമ്മാണം പൊന്നാനിയിൽ നടക്കുന്നത് രാജ്യത്തെ കപ്പൽ നിർമ്മാണ മേഖലയ്ക്കും വലിയ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. ടഗ് ബോട്ടുകൾക്ക് പുറമെ കടലോര വികസന പദ്ധതികൾക്കാവശ്യമായ ഓഫ് ഷോർ സപ്പോർട്ട് കപ്പലുകളും അത്യാധുനിക മീൻപിടുത്ത ബോട്ടുകളും ഇവിടെ നിർമ്മിക്കും. ആദ്യഘട്ടത്തിൽ 50 മീറ്റർ വരെ നീളമുള്ള കപ്പലുകൾ നിർമ്മിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. പിന്നീട് വികസനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ 120 മീറ്റർ വരെ നീളമുള്ള വലിയ കപ്പലുകൾ നിർമ്മിക്കാൻ ശേഷിയുള്ള യാർഡാക്കി മാറ്റും. തീരത്ത് യാർഡ് സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പൊതുമേഖല സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന സംസ്ഥാനത്തെ പ്രധാന കപ്പൽ നിർമ്മാണ പദ്ധതികളിലൊന്നാണ് ഇത്. പൊന്നാനി തുറമുഖത്തിന്റെ വികസന സാധ്യതകൾ ചൂണ്ടിക്കാട്ടിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് കേരള മാരിടൈം ബോർഡിന്റെ നേതൃത്വത്തിൽ പദ്ധതിക്ക് രൂപം ലഭിച്ചത്. ഇതോടെ വർഷങ്ങളായി വികസനത്തിനായി കാത്തിരുന്ന പൊന്നാനി തുറമുഖത്തിന് പുതിയ മുഖം ലഭിച്ചിരിക്കുകയാണ്. ഈ പദ്ധതി വഴി ആയിരക്കണക്കിന് നേരിട്ടും പരോക്ഷവുമായുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതോടൊപ്പം സംസ്ഥാന സർക്കാരിനും സ്ഥിരമായ വരുമാനം ലഭിക്കുന്ന തരത്തിലാണ് കരാർ പ്രകാരം കമ്പനി പ്രതിവർഷം 1.5 കോടി രൂപ സംസ്ഥാന സർക്കാരിന് നൽകണം. ഇതിനു പുറമെ ഭൂമിയുടെ വാർഷിക വാടകയായി 25 ലക്ഷം രൂപയും നൽകണം. ഈ വാടക ഓരോ വർഷവും 5% വീതം വർദ്ധിപ്പിക്കും. കൂടാതെ കമ്പനിക്ക് ലഭിക്കുന്ന ആകെ ഓർഡർ മൂല്യത്തിൽ നിന്നുള്ള നിശ്ചിത വിഹിതവും സർക്കാരിന് ലഭിക്കും. ആദ്യ 2 വർഷം 0.5%, തുടർന്നുള്ള 2 വർഷം 0.75%, പിന്നീട് 1.5% സർക്കാരിന് നൽകണമെന്നാണ് വ്യവസ്ഥ. പൊന്നാനിയിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന്റെ സമുദ്ര വ്യവസായത്തിനും കയറ്റുമതി മേഖലയ്ക്കും പുതിയ അവസരങ്ങൾ തുറക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അത്യാധുനിക കപ്പലുകളുടെ നിർമ്മാണം, വിദേശ ഓർഡറുകൾ, തൊഴിലവസരങ്ങൾ, അനുബന്ധ വ്യവസായങ്ങളുടെ വളർച്ച എന്നിവയിലൂടെ പൊന്നാനി രാജ്യത്തെ പ്രധാന കപ്പൽ നിർമ്മാണ കേന്ദ്രങ്ങളിലൊന്നായി മാറുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ. വാർത്തയുടെ നിറം തേടി തനിനിറം.